ഇതൊക്കെ ഏതാ വഴിയെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഉള്ളേര് പിടിക്കണം. കാട് വല്ല ഏരിയ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ ഏതാ സ്ഥലമെന്ന് പോലും അറിയാൻ പാടില്ല. പക്ഷെ എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെയാണ് പിടിച്ചിട്ട് പോണേ. ഉള്ളേരിയ എന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്കൊക്കെയാണ് പോണേ. എൻ്റെ പൊന്ന്, എന്തായാലും കത്തിച്ച് തന്നെ വിടുന്നുണ്ട്. ഇത് തന്നെ ലൈറ്റ് ഹൗസിൻ്റെ ഒരു സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഇതിവിടെ മൊത്തം നല്ലതായിരിക്കും മരങ്ങളുള്ള ഏരിയ പോലത്തെ ഒരു സ്ഥലമായതുകൊണ്ട് കുറച്ച് നേരത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, എന്തായാലും ശ്രമിച്ചു നോക്കാം. ലാമർ എന്തായാലും നേരെ സിമെൻ്റ് അവിടേക്ക് പോയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടൊന്നും പേടിക്കണ്ട. ബൈക്ക് സേഫാണ് നമ്മുടെ. ഓക്കെ, പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. എന്തായാലും പോലീസ് വണ്ടികൾ നമ്മൾ പിന്നാലേന്ന് ഉള്ളതാണ് വേറൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ എന്തായാലും ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും നല്ല രീതിക്ക് പെടാൻ സാധ്യതയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ട്രക്ക് ആൻഡ് ട്രെയിലർ വെച്ച് ഒരുപാട് കളി കളിച്ചു കഴിഞ്ഞാൽ വണ്ടി മറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ രീതിയിൽ കത്തിച്ച് തന്നെ മുകളിലേക്കാണ് വിടണം. എന്താ പൊന്നെ, പെട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. എന്താ മോനെ, വണ്ടി ഇവിടെ നിന്നോളും, സീനില്ല. നമുക്കെന്തായാലും എവിടെയെങ്കിലും പോയി ഒളിച്ച് നിൽക്കാം. വാട്ടർ ലെവൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ നമുക്ക് ഒളിച്ച് നിൽക്കാം കേട്ടോ ഗൈസ്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഒളിച്ച് നിൽക്കാം. സുഖൈസ്, അപ്പോൾ ആ ഹെലികോപ്റ്റർ എങ്ങോട്ടോ പോയിട്ടുണ്ട്. വലിയ വിഷയമില്ല, ഹെലികോപ്റ്റർ എങ്ങോട്ടോ പോയെന്ന് അറിയില്ല. കുഴപ്പമില്ല, എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു ട്രക്ക് കാട്ടി കയറ്റിയുണ്ട്. എന്തായാലും പോലീസുകാർക്ക് അറിയാം അവന്മാരുടെ വണ്ടികൾ എന്തായാലും ഈ കാടി കയറില്ലാന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അവന്മാർ നമ്മുടെ പിന്നാലെ വരാൻ. പിന്നുള്ള ഹെലികോപ്റ്ററാണെങ്കിൽ നമ്മൾ അവിടെ നിന്നപ്പോൾ നൈസായിട്ട് ഹെലികോപ്റ്റർ പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നതാണ് എനിക്ക് അറിയാനുള്ളത്. ഓക്കെ, പയ്യെ ഇറക്കാം. അതിൻ്റെ ഇടയ്ക്കൂടെ എന്തൊക്കെ സൈക്കിളുകാരൻ കാണിക്കണം. ഓക്കെ, വണ്ടി തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, പയ്യെ തിരിച്ചെടുക്കാം നമുക്ക് അങ്ങനെ കൂടി. ഓ സെറ്റ് കൈസ്, സാധനം നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നല്ല നമ്മ ഹെവി ഡ്രൈവർ. ഓക്കെ, സെറ്റായിട്ട് നമ്മളങ്ങനെ വണ്ടി തിരിച്ചെടുത്തിട്ടുണ്ട്. നേരെ ഇവിടെ നിന്ന് തിരിച്ച് പോകുന്ന കേസുള്ളൂ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ വണ്ടി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നു. കേസ് എന്തായാലും ഫൈനലി നമ്മൾ സിമിൻ പറഞ്ഞ ഡ്യൂട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ആ ക്യാഷ് എന്തെങ്കിലും സ്വഭാവം മാറാൻ പോണേ, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് നേരെ വണ്ടിയായിട്ട് ഇനി ആ സ്പോട്ടിലേക്ക് ഒന്ന് പോയാൽ മാത്രം മതി. വേറെ കുഴപ്പമൊന്നും. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു 4 വണ്ടികളുണ്ട്. 2 റേസ് കാർസ്, ഒരു വിൻറ്റേജ് കാർ, പിന്നെ ഒരു പഴയ ടൈപ്പ് വണ്ടി ഉണ്ട് മുകളിൽ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടൊരു വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, എന്തായാലും കത്തിച്ച് തന്നെ വിടണ്ട്. എന്തായാലും ഈ ഭാഗത്തെങ്ങും പോലീസുകാരിഞ്ഞ് നമ്മൾ കണ്ട് റോഡ് ബ്ലോക്ക് വല്ലതും വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ പോയാൽ നമ്മളെന്തായാലും പോകുന്നുണ്ട്. എന്തായാലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടുപോകും, അതത്രേ ഉള്ളൂ. റോട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ സേഫാണ്, പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഒരുപാട് ഏതൊക്കെ ഒരു വീട് മേലൊക്കെ തന്നെ ഉണ്ട്. വേറെ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. പോലീസുകാർ അവിടെ കാണുന്നില്ല, അപ്പോൾ അവന്മാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ട്രക്കുകാരൻ അങ്ങോട്ട്, അതായത് നേരെ പോയണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പോലീസുകാർ, അതുകൊണ്ടായിരിക്കും അവന്മാർ പോയത്. എന്തായാലും ഇനി വലിയ വിഷയമില്ല. കുറച്ച് ടയറുകളൊക്കെ പോയിട്ടുണ്ട്, പിന്നെ ട്രക്കും കിട്ടിയിട്ടുണ്ട്. കാറുകളൊക്കെ സേഫാണ്, വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി ബാക്കിൽ 2 വണ്ടി ഓണാകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ബ്രേക്ക് ലൈറ്റ് എന്തോ ഓണാണ്. നമുക്ക് നല്ല നേരെ സിമിൻ്റെ അവിടേക്ക് പോവാം. സുഖയിച്ചപ്പോഴത്തേക്കും നമ്മൾ നൈസായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം എന്തായാലും സേഫാണ്. ഇനി ഇതുവരെയായിട്ട് പോലീസുകാരൊന്നും വന്ന് പിടിക്കുക അങ്ങനെ സീനുകളൊന്നും വന്നില്ല. മാറി നിൽക്കടോ അങ്ങോട്ട്, നിനക്ക് എന്താണ് കാണിക്കണേ? ഓക്കെ, ഇപ്പം എന്തായാലും ഒരു ട്രക്ക് വന്നെ റെസ്പെക്റ്റ് കിട്ടും ചെയ്യണം നമുക്ക്. ഓക്കെ, ഫൈനൽ ചെയ്യാൻ നമ്മൾ നൈസായിട്ട് ട്രക്ക് സിമിയനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല സിമിയൻ ചെയ്തോളൂ. സിമിയൻ എന്തായാലും സ്റ്റാഫും കാര്യമൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ട്രക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഈ തോക്ക് വെച്ചാൽ കൊടുത്താലോ. എന്തായാലും ബെല്ലാസ് ഗ്യാങ് ആയിട്ടാണ് എന്തോ നമ്മൾ ചെറിയൊരു തോട്ടിങ് കാലം കിട്ടണം. അത് സിമിയൻ കാരണം അല്ല, അതൊന്നും നമ്മളെന്തായാലും പറയുന്നില്ല. വേറെ എന്തെങ്കിലും സീൻ വരുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും സംസാരിച്ച് നോക്കാം. കേസ് ഇപ്പോൾ വെൽഡൺ ഫ്രാങ്ക്ലിൻ എന്നൊക്കെയാണ് പറയണത്. ഇപ്പോൾ നീ പറഞ്ഞ ക്യാഷ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമുക്ക് അയച്ച് തന്നിട്ടുണ്ട്. സീന് കാരണം നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ എന്തായാലും 200 ഗ്രാൻഡാണ് നമുക്ക് കിട്ടിയേക്കണ ക്യാഷും കാലൊക്കെ. ഇപ്പോൾ എന്തായാലും അതെ നമ്മുടെ ലാമർ നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും സീനും കാലം തന്നെയല്ല. നമുക്ക് എന്തായാലും നേരെ ബൈക്ക് എടുത്തിട്ട് പോകാം. ലാമറാണ് കമോൺ. അത് വണ്ടിയുടെ കയറുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇനി നേരെ അവിടെ നിന്ന് പോകാനായിട്ട് പോകാണ്ട് ഗൈസ്. ഒക്കെ എന്തായാലും സിമിയൻ അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇനി ലാമർ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകട്ടെ ഗൈസ്. ഇനി എന്തായാലും ഒന്നും ചെയ്യാനില്ല നമുക്ക്. എന്തായാലും നാളെ രാവിലെ നമുക്ക് എന്തായാലും കാറും കാലൊക്കെ വാങ്ങാനുള്ള പരിപാടിയും കാലൊക്കെ ചെയ്യാം. ഇപ്പോൾ എന്തായാലും നമ്മളങ്ങനെ അതേ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ വീടിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ ഇനി വണ്ടിക്കാരൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാവുന്ന കേസുള്ളൂ. ഓക്കെ, എന്തായാലും ഇനി വൈകുന്നേരം ഷോറൂമിൽ പോയിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ രാവിലെ ഒരു ഷോറൂമിൽ പോയിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ബഡ്ജറ്റ്, അതായത് 200 ഗ്രാൻഡ് ഉണ്ടാവും. ഫുള്ള് ചിലവാക്കണമെന്നില്ല, എന്നാലും കുറച്ച് ക്യാഷ് എടുത്തിട്ട് അതിന് പറ്റി നമുക്കൊരു ചെറിയൊരു കാറ് തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും ഇനി നാളെ രാവിലെ കാണാട്ടെ ഗൈസ്. സോ ഗൈസ്, അപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും അതായത് ഇന്നത്തെ ദിവസം നമ്മളെന്തായാലും നൈസായിട്ട് ആ ഒരു വണ്ടി കാരണം പോയി നമുക്ക് സെറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിനിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പോകുന്നത്. നോക്കി നമ്മുടെ ബൈക്ക് ഇവിടെ റെഡിയാണ്. അതായത് അത്യാവശ്യം ഒരു ചെറിയ ബഡ്ജറ്റിലുള്ളൊരു വണ്ടിയാണ് നോക്കണത് കേട്ടോ ഗൈസ്. ഒക്കെ എന്തായാലും നമ്മൾ ഒരുപാട് നൈസ് വണ്ടിയൊന്നും നോക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ വണ്ടിയും കാലൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബൈക്കും കാലൊക്കെ കത്തിച്ച് തന്നെ വിട്ടാണ് നമ്മുടെ ഷോറൂമിൻ്റെ ആ ഒരു ഭാഗത്തേക്ക്. അതായത് ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഷോറൂമാണ്. അതായത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാസും ലക്ഷറി കാസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മൊത്തത്തിൽ വിൽക്കണൊരു കുറേ ഒരു ഷോറൂം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തൊരു ഷോറൂമിലേക്കാണ് നമ്മളിനി നേരെ പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല നേരെ അങ്ങോട്ടേക്കൊന്ന് പോവാട്ടോ. പോയി നോക്കാം നമുക്ക് പറ്റിയ ബഡ്ജറ്റിൽ വണ്ടികൾ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. പോയി നോക്കാം എന്നാലും ഗൈസ്. അപ്പോഴത്തേക്കും നമ്മളെ ഷോറൂമിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒക്കെ എന്തായാലും കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ ഷോറൂം കളിക്കുന്നത്. അതായത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഷോറൂം കാലൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, ഒരു അത്യാവശ്യം ചെറിയ ഷോറൂമാണ്, എന്നാൽ അത്യാവശ്യം കാറുകളും ഉണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഷോറൂമാണ്. എന്തായാലും നേരെ അകത്തേക്ക് കയറാം ഗൈസ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഒത്തിരി കാശ് ഉണ്ട് കേട്ടോ ഗൈസ്, എൻ്റെ മോനെ. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇവിടെ ഒരു GTR പോലത്തെ ഒരു വണ്ടി ഉണ്ട്, അതിൻ്റെ കോപ്പി ആണെന്നുണ്ട്. ഇവിടെ മൊത്തം കോപ്പി വണ്ടികളാണ് കേട്ടോ. ഒരു GTR പോലത്തെ ഒരു വണ്ടി ഉണ്ട്, നൈസാണ്. ഇവിടെ ലാംബോർഗിനി പോലത്തെ ഒരു, എൻ്റെ ഡോറൊന്നുമില്ല, അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ട്. പിന്നെ ഒരു റേസിങ് മോഡലൊരു വണ്ടി ഉണ്ട്. പിന്നെ ഒരു വിൻറ്റേജ് വണ്ടിയാണ്. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. പിന്നെ ലക്ഷറി ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ലാംബോർഗിനി ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ലാംബോർഗിനി, പിന്നെ ഇവിടെ കുറേ അലോയ്സ് ഉണ്ട്. പിന്നെ ഒരു ഓഡിയുടെ ഒരു കോപ്പി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മിനി കൂപ്പർ പോലത്തെ ഒരു വണ്ടി. പിന്നെ നമ്മുടെ ബഫല്ലോ ഉണ്ട് ഇവിടെ. ഇത് നൈസ് വണ്ടിയാണ്. ഇത് ഓൾറെഡി മോഡിഫൈഡ് വണ്ടിയാണെന്ന് തോന്നുന്നുട്ടോ. ഒരു വൈറ്റ് കളറിലെ സൈഡൊക്കെ ഇത് ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, ഈ വണ്ടി നൈസാണ്. നമുക്കതല്ലേ നൈസായിട്ട് ഇനി ഇവിടെ റോൾസ് റോയ്സ്, എൻ്റെ മോനെ റോൾസ് റോയ്സിൻ്റെ കോപ്പി ഫുള്ളി ഗോൾഡ് പ്ലേറ്റഡ് ആണ്. സാധനം ഒരു രക്ഷയില്ലാത്ത വണ്ടിയുണ്ടോ ഇത്. ഉള്ളിലെ കളർ, ഇൻറ്റീരിയർ കളർ നോക്ക് മോനെ, ഇതൊരു സെയിം വണ്ടിയാണ്. ഒരു രക്ഷയില്ലാട്ടോ, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറ്റിയൊരു വണ്ടിയും കാര്യമൊക്കെ ഒരു ശരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണ വണ്ടിയായതുകൊണ്ട് നമുക്കെന്തായാലും ഇതിൻ്റെ റേറ്റ്സും കാര്യമൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം കേട്ടോ. നമുക്ക് നല്ല ചോദിച്ച് നോക്കാം ഇതിൻ്റെ റേറ്റ്സും കാര്യമൊക്കെ ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മളങ്ങനെ എല്ലാത്തിൻ്റെ റേറ്റ് നമ്മളങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും റേറ്റ് ചോദിച്ചിട്ട് നമുക്കറിയാൻ സാധിച്ച് ഈ ഒരു വണ്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 200K. അതായത് ഈ ഒരു വിൻറ്റേജ് വണ്ടിയുടെ റേറ്റ് 200K ആണ്. പിന്നെ ബാക്കിയുള്ള വണ്ടികൾ 500, 1 million അങ്ങനെയൊക്കെ വെച്ച് വന്നേക്കാണ്. പിന്നെ ആകുള്ളൂ 200K ആ വണ്ടി. പിന്നെ ഇതൊരു 150K ഈ ഒരു വണ്ടി, മിനി കൂപ്പർ പോലത്തെ ഒരു, അല്ല 125K. പിന്നെ ഇത് 150K. ഇപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം കൊള്ളാവുന്നൊരു വണ്ടി ഈ ഒരു ബഫല്ലോ ആയിരിക്കും. ഇതാണ് 150K വരുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ 200K ഉണ്ട്. ഇപ്പോൾ ഒരു 50K നമുക്ക് $50,000 നമുക്ക് എന്തായാലും ബാക്കി വരും. നമുക്കത് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം, മോഡിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഉപയോഗിക്കും. പിന്നെ അത് മറ്റേതൊരു വിൻറ്റേജ് കാറാണ് പ്ലീസ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് നമുക്കതിൻ്റെ ഈ ഒരു ബഫല്ലോ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കത് നൈസായിട്ട് ഒരു ബഫല്ലോ എടുക്കാനായിട്ട് അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കാം. സുഖം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റും കാലൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ വണ്ടി നമ്മുടെ വീടിൻ്റെ അവിടേക്ക് ഡെലിവർ ആക്കി തരുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഈ വണ്ടിയുടെ അകത്തൊന്ന് ജസ്റ്റ് ഇരുന്ന് നോക്കാം. വണ്ടി എന്തായാലും നമുക്ക് ഡെലിവർ ആക്കി തരുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്യാവശ്യം നല്ലൊരു സൗണ്ടാണ്. ഇൻറ്റീരിയറും കാര്യമൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ.
അത്യാവശ്യം ഒരു 200K പറ്റിയൊരു 150K പറ്റിയൊരു വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും വണ്ടി നമുക്ക് ഡെലിവറി ആക്കി തരും. നമുക്ക് തന്നെ നേരെ ഷോറൂമിൽ നിന്ന് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫൈനൽ വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോകണം. ഓക്കെ, അപ്പോൾ നമ്മളെ സിമിയോൻ വീണ്ടും വിളിക്കണ്ടല്ലോ. ഈശ്വര, അടുത്ത പണിക്കാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കോൾ എടുത്ത് നോക്കാം. ഗൈസ്, നമ്മൾ കോളും കാലൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളോട് നേരെ ചെല്ലാനായിട്ടാണ് പറഞ്ഞത്. ചെറിയൊരു വർക്കും കാലൊക്കെ തന്നെ ഉണ്ട്. നമ്മളെന്തായാലും നേരെ വണ്ടി എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡെലിവറി ആവും. അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിനുള്ളിൽ സിമിൻ്റെ അടുത്ത് ഇനി അടുത്ത എന്താണ് സീൻ അറിയില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അടുത്ത എന്താണ് പ്രശ്നങ്ങളൊക്കെ എന്ന്. ഗൈസ്, അപ്പോൾ എന്തായാലും അടുത്തൊരു വണ്ടി എടുക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ ഒരു വണ്ടി തന്നെ എടുത്തിട്ട് പോകാം. സിമിയൻ്റെ ഒരു വണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ സിമിയൻ്റെ പുത്തൻ വണ്ടിയാണ്. നമ്മളെന്തായാലും ഈ ഒരു വണ്ടി തന്നെ എടുത്തിട്ടാണ് പോകുന്നത്. നമ്മളോട് ഏതൊരു കാർ എടുത്തിട്ട് വരാനായിട്ടാണ് പറഞ്ഞത്. ഏതൊരു സ്ഥലത്ത് പോയിട്ട് എന്തായാലും സ്ഥലം കാലൊക്കെ നമുക്ക് ലൊക്കേഷൻ കാലൊക്കെ തന്നിട്ട് ഒരു SUV വണ്ടിയാണ്. മോനെ, സിമിൻ്റെ ഈ ഒരു വണ്ടി കൊള്ളാട്ടാ. ഓടിയുടെ കോപ്പിയാണ്. ഞാനൊരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. എൻ്റെ മോനെ, ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. പണി പാടേനെ. ഓക്കെ, ഇപ്പം എന്തായാലും ഈ വണ്ടി നൈസാണ് കേട്ടോ. എൻ്റെ മോനെ, അത്യാവശ്യം ഒരു കിട്ടലും വണ്ടി ഉണ്ട് പോലെ ഉണ്ട് കേട്ടോ ഇത്. ഇപ്പം എന്തായാലും നമുക്ക് ലൊക്കേഷൻ കാലൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഒരു യെല്ലോ കളർ SUV ആണ്. എന്തായാലും ഒരുത്തൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോയതാണെന്നാണ് പറഞ്ഞത്. അതായത് സിമിൻ്റെ ഗ്യാരേജിൽ നിന്ന് ഒരുത്തൻ വാങ്ങിച്ചിട്ട് പോയതാണ്. ഓക്കെ, Did you change your mind? When I discovered that you betrayed me, perhaps. I hear you took the bike for yourself, my employee of the month. Listen, man, me and Lamar was gonna get that back to you, dawg. Oh, I am sure you will get this car off the daddy's boy, and then we talk. Insurance papers say they have a locked garage, so you'll need to gain access from inside the house. Man, it's never easy with you, is it, Simi? Do not talk to me about easy, you thief. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ തീഫ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്തായാലും തീരെ പിടിക്കാനുള്ള എനിക്ക് എന്തായാലും സിമിയാണ്. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഈ കാർ എടുത്തതിന് ഓരോ തെറിയും കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു. അത് വേറെ കേസ്, നല്ല വിഷയമല്ല. എന്തായാലും നമ്മൾ ഇഷ്ടമുള്ള കാർ നമ്മൾ എടുക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നല്ല കേസ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. കേസ്, അപ്പോൾ ഇതാണ് വീടെന്ന് പറഞ്ഞേ. അത് ഇവിടെ ഞാൻ വയ്ക്കാം. ഇവിടെ നമുക്കെന്തായാലും നൈസ് ആൻഡ് കാമായിട്ട് നോക്കാം. ഓക്കെ, നൈസായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറട്ടാ. അപ്പോൾ എന്തായാലും അയാൾ അങ്ങോട്ട് പോകണ്ട്. ഈ ഒരു ഗാർഡനിങ് അതൊക്കെ ചെയ്യുന്ന ഒരുത്തനാണ്. നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറണം. അവൻ ഇത്രയിട്ട് കണ്ടുള്ള സീല. ഓക്കെ, ഡോറും കാര്യമൊക്കെ ലോക്ക്ഡാണ്. ഒന്നും ചെയ്യില്ല. വേറെ സൈഡിൽ കൂടെ വല്ലതും പോകാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ കസേരയും കാര്യമൊക്കെ ഇട്ടുണ്ട്. പൈസ ഇവിടെ വേറൊരു SUV പോലത്തൊരു വണ്ടി ഉണ്ട് കേട്ടോ. അവിടെ ഓടാത്ത ആൾക്കാരാണ്. എന്തായാലും അതി കൂടെ വന്നില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ മുന്നിൽ കൂടെ കയറിയിട്ട് ആ ജനലയുടെ കൂടെ. ഓക്കെ, ഓക്കെ, നൈസായിട്ട് ഓർഡർ എടുത്തിരുന്ന ഗെയിമും കാര്യം കളിക്കുന്നുണ്ട്. ഓക്കെ, അവളാണ് അങ്ങോട്ട് നോക്കിയേക്കാം. ഏതൊരു പെങ്കൊച്ചാണത്. നൈസായിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കതേരെ നേരെ ഈ വണ്ടികളൊക്കെ നൈസായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് SUV, ഒരു യെല്ലോ കളർ SUV എന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും ഈ നൈസായിട്ട് SUV എടുത്തിട്ടുണ്ട്. സീനില്ല. നമുക്കതേരെ നേരെ ഇനി സിമിൻ്റെ ഗ്യാരേജ് കൊണ്ട് ഈ വണ്ടി സേഫായിട്ട് കൊണ്ട് കൊടുത്താൽ മതി. ഇനി വേറെ ഒന്നും ചെയ്യുകയല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി കുറച്ച് പേയ്മെൻറ്റുകളൊക്കെ കിട്ടും ഈ ഒരു വണ്ടി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, സിമിനെ വിളിക്കാം. Hey Simeon, I got the ride, man. I'm coming back. If you actually bring the repossession to me this time, I can have it back out on the street before the day is done. ഓക്കെ, അപ്പോൾ വണ്ടി എന്തായാലും കൊണ്ടുപോയി കൊടുക്കാനൊക്കെയാണ് പറയണത്. എന്തായാലും വേറെ വിഷയം കാരണം തന്നെ ഇല്ല. That's a 9mm semi-automatic pushed against your skull. Well, look around. You just keep driving where you're going. Okay. Hey, come on, man. This was a repo job. Guy was behind on his fucking note. Unlikely, considering my son just got the car. And looking at the way you're going about this,
My guess, you're working a credit fraud. A credit fraud? Be serious, dude. I just worked the fucking repo. I appreciate a kid who follows orders without taking responsibility. Yeah, maybe one day we'll have a beer. I'll explain how the world really works. Who gives you the slip? A car dealer, dawg, by the name of Simeon Yeteri. So this businessman, he look legit to you? Look, man, it's just between him and your fucking son. Don't worry. Me and Mr. Yetarian, we'll work this out. ഓക്കെ കഴിച്ചപ്പോൾ എന്തായാലും മൈക്കിള് ആണെന്നാണ് പുള്ളിക്കാരൻ്റെ പേരെന്നാണ് പറഞ്ഞത്. എന്തായാലും പുള്ളിക്കാരൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചെറിയ ഭീഷണിയൊക്കെ പോലെ. എന്താ മോനെ ഇതൊക്കെ ഏതാന്ന്. Stop the car. ഓക്കെ Pull up. നമ്മളോട് സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് പറഞ്ഞു. നോക്കി നമ്മളെന്തൊരു വണ്ടി നിർത്തിയുണ്ട്. That the place? Yeah, this the place, man. Oh. Drive into it. Right through the fucking window. And fast. Or I'll put 2 rounds in the back of your skull and do it myself. Man, you can't be for real. I look like a fucking joke to you. Man, fuck my life, man. Fuck it. ഓക്കെ കഴിച്ചപ്പോൾ എന്തായാലും നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറ്റാനാണ് പറഞ്ഞത്. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറ്റാനാണ് പോണത്. പിന്നല്ല Shit! No! Franklin! What the fuck are you doing? Mr. Simeon, it's not exactly how it looks. I always trump big for a job well done. Now get out of ഓക്കെ here. അപ്പോൾ നമുക്കതിന് മൈക്കിള് ക്യാഷ് തന്നിട്ടാ. എൻ്റെ പോരെ സെറ്റ്. എന്തായാലും മൈക്കിളൊക്കെ ക്യാഷ് തന്നിട്ട് എന്തായാലും ഫ്രാങ്കിൾ നൈസായിട്ട് സ്പോട്ട് ചെയ്ത് വിട്ടിട്ടാ. എന്തായാലും മൈക്കിള് നല്ല രീതിക്ക് ഇട്ടിക്കുന്നുണ്ട് നമ്മുടെ സിമിയോനെ. ഓക്കെ എന്തായാലും സംഭവം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ മൈക്കിളിൻ്റെ മോൻ, അതായത് ജിം ഈ ഒരു കാറും കാലൊക്കെ വാങ്ങിച്ചിട്ട് പോയതാണ്. സിമിയോൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ കാറ് വിറ്റ് കഴിഞ്ഞാൽ അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് മോഷ്ടിക്കലാണ്. ഓക്കെ കഴിച്ചപ്പോൾ എന്തായാലും അങ്ങനെ മോഷ്ടിക്കാൻ മൈക്കിൾ കണ്ടുപിടിച്ച് മൈക്കിൾ എന്തായാലും തൂക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിമിയോനെ. I'll tell you something. This thing's gonna need some serious body work for it. It's worth $5 grand a month. ഓക്കെ He agreed to financing. I have his signature. Yeah, did he agree to have some punk break into my fucking house? I don't know. That kid might be a fucking idiot. But you are a fraudulent scumbag piece of shit. Don't make me have to come back here. ഓക്കെ ഇപ്പം നല്ല രീതിക്ക് തൂക്കിയിട്ടോ മൈക്കിള്. എന്താ മോനെ മാസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ മാസ്. സോ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു പുതിയൊരു ഫ്രണ്ടിനെ കാലൊക്കെ കിട്ടേണ്ട മൈക്കിൾ എന്ന് പറയുന്നത്. മൈക്കിൾ അങ്ങനെ ഫൈനലി നമുക്കങ്ങനെ പരിചയപ്പെടാനായിട്ട് പറ്റി. ഓക്കെ ഇപ്പോൾ എന്തായാലും നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി. ഓക്കെ ഇപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ ഡെലിവറായി കിട്ടിയിട്ടുണ്ടായിട്ടോ ഗൈസൊക്കെ. എന്തായാലും നമ്മുടെ ബഫലോ കാലൊക്കെ. ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്താണ് ബെല്ലൊക്കെ അടുത്തൊരു കിടിലം വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.